കർത്താവിൽ വചനം പറയുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ സെമിനാരിയിലെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. കല്ലറകളിൽ സംസ്കരിക്കുക എന്നുള്ളത് ക്രൈസ്തവരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. വേദപുസ്തകത്തിൻ്റെ ആരംഭ ചരിത്രത്തിലെ അബ്രഹാം മുതലുള്ള വിശ്വാസവീരന്മാരെ കുറിച്ച് പരിശോധിക്കുമ്പോൾ കല്ലറകളിലെ സംസ്കാരത്തെക്കുറിച്ച്, അടക്കത്തെക്കുറിച്ച് വായിക്കുന്നു. പുതിയ നിയമത്തിലും അങ്ങനെ തന്നെ നമ്മൾ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ തെളിവുകൾ നമുക്ക് കാണാനില്ല. കല്ലറകളിലുള്ളവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന സമയം എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ സംസാരിക്കാതെ ചടങ്ങുകാരായിട്ട് നാമത്തിൽ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നീണ്ടൊരു പ്രഭാഷണത്തിലോ ഒന്നുമല്ല ഇവിടെ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യാശയുടെ വചനങ്ങൾ ധാരാളമായി പാസ്റ്റർമാർ നമ്മോട് പങ്കുവച്ചു. അതൊന്നുകൂടെ ഓർക്കാനുള്ളൊരു അവസരം. എല്ലാ മനുഷ്യൻ്റെയും ഒരവസാന സന്ദർഭമാണ് സെമിറ്ററിയിലെ സംസ്കാരം എന്ന് പറയുന്നത്. കഴിഞ്ഞ കാലത്ത് കോവിഡ് ബാധിച്ച് ഒരുപാട് പേരെ അങ്ങനെ ഒരു അവസരം ഉണ്ടായില്ല. കൊടുങ്കാറ്റിൽ വീട് ഒരുപാട് പേര് നഷ്ടപ്പെട്ടു. വലിയ വലിയ തീച്ചൂടയിൽപ്പെട്ട അനേകം നഷ്ടപ്പെട്ടു. അങ്ങനെ വേർപാടും മരണവും ഒക്കെ പലതരത്തിലാണ് അന്ത്യമായി കേൾക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ട അമ്മച്ചിയെ സംബന്ധിച്ച് ബന്ധുക്കളുടെയും ചർച്ചക്കാരുടെയും മക്കളുടെയും സ്നേഹപരിചരണത്തിൽ പാസ്റ്റർമാരുടെയും ദൈവസഭയുടെയൊക്കെ സ്നേഹ ശുശ്രൂഷയിൽ ഒരു നല്ലൊരു അവസാനം, ഒരു അന്ത്യശുശ്രൂഷ ഇവിടെ നടത്തുവാനുള്ള സാഹചര്യം ഒരുക്കപ്പെട്ടതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. റോമർക്ക് ലേഖനം 8-ാമത്തെ അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ ഇങ്ങനെയാണ് കാണുന്നത്. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മധ്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഇതുപോലെ മരണാനന്തര ജീവിത പ്രത്യാശ നൽകുന്ന ലേഖനങ്ങളോ പുസ്തകങ്ങളോ മറ്റൊന്നും നമുക്ക് കാണാനില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ മാത്രമേ അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ക്രൈസ്തവ വിശ്വാസ സമൂഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ആഗ്രഹവും വലിയൊരു പ്രത്യാശയും വലിയ വിശ്വാസവുമാണ് വിശുദ്ധ തിരുവെഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബ പ്രാർത്ഥനകളിൽ നമ്മൾ വായിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ അധ്യായങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട പാട്ടുകളാണ് നമ്മൾ പാടുന്നത്. ഒരു പ്രഭാതം നമ്മൾ ആരംഭിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നതും നമ്മൾ പാടുന്നതും വിശുദ്ധ വേദപുസ്തകവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളും അതുമായി ബന്ധപ്പെട്ട പാട്ടുകളുമാണ്. ഈ സമയത്ത് നമ്മൾ ഓർക്കണം, ഓരോ ദിവസവും നമുക്ക് ലഭിക്കുമ്പോൾ ഓർക്കണം, ഇതെൻ്റെ അന്ത്യദിവസമാണ് എന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് കഴിയണം. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതും കൂടെ ഓർക്കണം, യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് എന്നിൽ വസിക്കണം. എല്ലാവരും ഓർക്കണം, മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്, ആ പരിശുദ്ധ ആത്മാവ് നമ്മിൽ വസിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് നമുക്കൊരു വിശ്വാസവും ഉറപ്പും ലഭിക്കും. എൻ്റെ കർത്താവിൻ്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ ഞാനും ഉയർക്കും. ഇവിടെ ഏതാണ് നമ്മൾ വായിച്ചത്? നമ്മുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അവസ്ഥകളെക്കുറിച്ച് നമ്മൾ കേട്ടു. 1, ശരീരത്തിൽ വസിക്കുന്ന കാലം. 2, ശരീരം വിടുന്ന കാലം. 3, ന്യായവിധിയുടെ മുൻപാകെ നിൽക്കുന്ന ഒരു കാലം. ഇതെല്ലാം മനുഷ്യനെ സംബന്ധിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് നമ്മൾ ശരീരത്തിൽ വസിക്കുകയാണ്. അമ്മച്ചിയെ സംബന്ധിച്ച് ശരീരം വിട്ടു. ആ ആത്മാവ് വസിച്ച ഈ ശരീരം, ഈ ജഡം മാത്രമാണ് നമ്മുടെ മുൻപിലുള്ളത്. എന്നാൽ ഒരു നാളിൽ നമ്മളും ഈ ജഡശരീരം വിട്ട് പോകുന്ന ഒരു സന്ദർഭമുണ്ടെന്ന് ഓർക്കണം. 3ാമതായിട്ട് നമ്മുടെ കാലമെന്ന് പറയുന്നത് ന്യായാസനത്തിന് മുൻപാകെ നിൽക്കുന്ന കാലമാണ്. നമ്മൾ ഓർക്കണം. ദൈവത്തിന് മഹത്വം. മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നുള്ള അനേക തിരുവെഴുത്തുകൾ നമ്മൾ തിരുവെഴുത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഇന്ന് ഈ അന്ത്യ ശുശ്രൂഷ ഇവിടെ പ്രിയപ്പെട്ട മാതാവിനോട് ബന്ധപ്പെട്ട് നമ്മളിവിടെ നിർവഹിക്കുമ്പോൾ നമ്മളെല്ലാവരും ഓർക്കണം, എൻ്റെ ജീവിതകാലം എത്രയെന്ന് നമുക്ക് ആർക്കും നിർണ്ണയിക്കാൻ സാധ്യമല്ല. എനിക്കത് അനുവദിക്കുന്ന നാളുകൾ ഈ നിലയിൽ ഒരാത്മീയ ജീവിതം നയിക്കാൻ, യേശുക്രിസ്തുവിൽ ഉറപ്പുള്ള ഒരു വിശ്വാസം നയിച്ച് ഒരു നല്ല ജീവിതം നയിപ്പാനിടയാകട്ടെ. നല്ല മാന്യമായ ക്രൈസ്തവ സംസ്കാരം പുലർത്തുന്നവരാണ് ഇവിടെ നിൽക്കുന്നവരെല്ലാവരും. എല്ലാവരും ഈ കർത്താവിനെ അറിയുന്നവരും കർത്താവിൻ്റെ കൂട്ടായ്മ എന്താണ് തിരിച്ചറിഞ്ഞവർ ആണ്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലുള്ള ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഏറ്റവും വിലപ്പെട്ടതാണ്. ഈ പ്രിയപ്പെട്ട മാതാവിനെ അത് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടുത്ത വായന ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. പാസ്റ്റർമാർ ബൈബിളിലെ ഭാഗങ്ങൾ എടുത്തു വയ്ക്കുക. ആദ്യമായിട്ട് നമ്മൾ വായിക്കാൻ പോകുന്നത് 39-ാം സങ്കീർത്തനത്തിൽ നിന്നാണ്.
എല്ലാവരും ശ്രദ്ധിക്കണം. മരണാനന്തര ജീവിത പ്രത്യാശ നൽകുന്ന തിരുവഴുത്തിലെ ഭാഗങ്ങളുടെ വായനയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. 39-ാം സങ്കീർത്തനത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ. മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ചില ഭാഗങ്ങൾ എഴുതിയിരിക്കുന്ന അധ്യായമാണ്. ആയുസ്സിനെ കുറിച്ച് പറയുമ്പോൾ ക്ഷണനേരത്തേക്ക് മാത്രമേ ഉള്ളൂ എന്നും നിഴലാകുന്നുവെന്നും 4 വിരൽ നീളമുള്ളതാണെന്നൊക്കെയുള്ള ഭാഗമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ ഈ ആയുസ്സിൽ നമുക്ക് ലഭിക്കുന്ന ഈ ആയുസ്സിന്റെ പരിധിയിൽ നമ്മുടെ കർത്താവിനെ അറിയുവാൻ കഴിഞ്ഞ ഒരു മഹാഭാഗ്യമായി നമുക്ക് കരുതാം. അടുത്ത വായനാ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാമത്തെ അധ്യായത്തിന്റെ 35 മുതലുള്ള വാക്യങ്ങളാണ്. പാസ്റ്റർമാർക്കത് മാറി ഉയർത്തുന്നു എന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കും. മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും പോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമാ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ വീർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ വീർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ വീർക്കുന്നു. ശരീരം വിതയ്ക്കുന്നവൻ മണ്ണുകൊണ്ടുള്ളവന്റെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. ആ മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയില്ല. ദ്രവത്വം അദ്രവത്തെ അവകാശമാക്കിയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്രകൊള്ളിയില്ല. എന്നാൽ അന്ത്യകാഹളനാഥ്യങ്ങൾ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധരിക്കും എന്നെഴുതിയ വചനം നിവൃത്തിയാകും. മരണവേദന്റെ ജയം എവിടെ? മരണവേദന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിന് വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുക. കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവേ. നമ്മൾ വായിച്ചു കേട്ടല്ലോ. പ്രാകൃത ശരീരം, ആത്മീക ശരീരം, ദ്രവത്വമുള്ള ശരീരം, അദ്രവത്വമുള്ള ശരീരം, മണ്ണുകൊണ്ടുള്ള ശരീരം, സ്വർഗീയമായ ശരീരം. അത് ലഭിക്കുന്ന പ്രത്യാശയുടെ വചനങ്ങളാണ് നമുക്കിവിടെ വായിക്കാൻ കഴിഞ്ഞത്. 3-ാം വായന ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ അതിലൊരുത്തനിരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആപാലവൃത്തം സിംഹാസനത്തിൽ മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നെയുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തന്നെയുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2-ാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരോടുകൂടെ വസിക്കും. അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താനവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവനവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഈ മരണമുണ്ടാകിയില്ല, ദുഃഖവും മറുപടിയും കഷ്ടതയും ഉണ്ടാകിയില്ല. 1-ാമത്തേത് കഴിഞ്ഞുപോയി.
സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ ഞാൻ സകലമൊന്നതാക്കുന്നുവെന്ന് അറിയിച്ചു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യമാകുന്നുവെന്നും അവൻ കൽപ്പിച്ചു. പിന്നെയും അവനോട് അളിച്ചത് സംഭവിച്ചു തീർന്നു. ഞാൻ അത്രയും ഒമേഗയും ആദ്യവും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനിന്റെ ഉറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നതിന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ അവിശ്വാസങ്ങൾ എല്ലാം മാറിപ്പോകുമെന്നും ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഒരുക്കപ്പെടും എന്നതിനെ കുറിച്ചുള്ള വചനമാണ് നമുക്ക് വായിക്കാൻ കഴിഞ്ഞത്. ആ ഭൂമിയിൽ ആ പുത്തൻ ആകാശമുള്ള പുത്തൻ ഭൂമി മരണമില്ലാത്ത, ദുഃഖമില്ലാത്ത, സങ്കടമില്ലാത്ത ഒരു ഭൂമി എൻ്റെ മക്കൾക്കായി വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ആ വാഗ്ദാന ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ ഈ വലിയ വിശ്വാസവും പ്രത്യാശയും നമ്മെ സഹായിക്കുന്നതാണ്. അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കെല്ലാവർക്കും ചെയ്യുവാനാകട്ടെ. ദൈവത്തിന് മഹത്വം. മരണത്താൽ മറയാത്ത പകൽ യുഗകാലം വരെയും മരണത്താൽ മറയാത്ത പകൽ ബന്ധമാണിതു യുഗകാലം വരെയും ബന്ധമാണിതു ബന്ധമാണിതു യുഗകാലം വരെയും മകൾ സ്നേഹം പരലോക പിതാവോട് മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകൾ സ്നേഹം പരലോക പിതാവോട് മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. പിതാവ് തന്റെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി ക്രൂശിൽ മരണത്തിനായി ഏൽപ്പിക്കപ്പെട്ടു. ആ ക്രൂശുമരണത്തിൽ വിശ്വസിക്കുന്നവർക്കാണ് രക്ഷ. ആ ക്രൂശുമരണത്തിൽ വിശ്വസിക്കുന്നവർക്കാണ് നിത്യനാഥൻ. ആ വലിയ ദർശനവും പ്രത്യാശയും വിശ്വാസമുള്ളവരായി ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരെയും യേശു മുഖാന്തരം അവരോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടിരിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയല്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നത് അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളി. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ പറയാം. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവേൻ. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ശബ്ദത്തിൽ ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട്. പ്രിയപ്പെട്ടവരെ, ഈ വലിയ പ്രത്യാശ തന്ന ഈ നല്ല കർത്താവിനെ ഈ വചനം വായിച്ചപ്പോൾ തന്നെ കൈയോട് ഉയർത്തി സ്തുതിച്ചു. നമ്മുടെ കൈയോട് ഉയർത്തി പിടിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചുംബനം എന്നുള്ള നിലയിൽ സെമിത്തേരിയിൽ വെച്ച് ചെയ്യാനുള്ള കൂടെ ചെയ്യാം. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കും. നിത്യമാം പ്രഭാതശോഭിതത്തിൽ നാം രക്ഷപ്പെട്ടോരൊക്കെ കൂടി ആകാശം
പേർ വിളിക്കും നേരം കാണും എൻ പേരും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും എൻ പേരും. ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭകാരിപ്പാനുയർത്തുതാൻ. ഭക്തർ ഭാവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണും എൻ പേരും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും എൻ പേരും. അടുത്ത മക്കള് മുഖമൂട ഉള്ള അവസരമാണ്. പ്രഭാത ശോഭിതത്തിൽ കൂടിയാകാശം വിളിക്കും നേരം കാണും എൻ പേരും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും എൻ പേരും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും എൻ പേരും. ക്രിസ്ത്യനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭധാരിപ്പാനുയർത്തുതാൻ. ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണും എൻ പേരും. പേർ വിളിക്കും നേരം കാണും. 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 പേർ വിളിക്കും
വെളിവിൽ പ്രസ്താവിച്ചത്. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് ജീവനുണ്ട്. ന്യായവിധിയിലാകാതെ മരണത്തിൽ ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. പിതാവിന് തന്നെ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നെ തന്നെ ജീവനുള്ളവരാകുമാറ് വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. ഈ വചനത്തിനായി നമുക്ക് ഒന്നിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന നാഴിക വരുന്നു. ദൈവത്തിന് മഹത്വം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് എഴുതിയിരിക്കുന്നു. ദാനിയേലിനോട് ഇങ്ങനെയാണ് കൽപ്പിച്ചത്, എഴുതിയിരിക്കുന്നത്, നീയോ പൊയ്ക്കൊള്ളുക, കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിക്കാൻ നീയും എഴുന്നേറ്റ് വരും. മണ്ണിൽ നിന്നെടുത്ത ഈ ശരീരത്തെ മണ്ണിന് മണ്ണിനായും പൂഴിക്ക് പൂഴിയായും ഞങ്ങളിതാ അർപ്പിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രത്യാശയായ ഞങ്ങളുടെ കർത്താവേ, നിന്റെ പ്രത്യക്ഷതയ്ക്കായി ഞങ്ങൾ കാത്തുകൊണ്ടും മരിച്ചവർ അക്ഷയരായി ഉയർക്കുന്ന ഈ ഉയർപ്പിൻ്റെ സുപ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രിയ വാത്സല്യ മാതാവും ഉയർത്തു വരുമെന്നുള്ളതായ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഈ ശരീരം കർത്താവെ ഞങ്ങൾ ഈ കല്ലറയിൽ വെച്ചിരിക്കുന്നു. നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്നതായ ആ വലിയ പ്രത്യാശയ്ക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കല്ലറയിലുള്ളവരെല്ലാവരും അങ്ങയുടെ ശബ്ദം കേട്ട് കർത്താവെ, നന്മ ചെയ്തവർ നിത്യജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുന്ന ആ നല്ല സുദീനത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയ വാത്സല്യ അമ്മച്ചി ഏറിയ വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന് അങ്ങയെ സേവിപ്പാനും സ്നേഹിപ്പാനും ഒക്കെ ഉള്ളതായ ഭാഗ്യം കൊടുത്തല്ലോ കർത്താവെ. ഇവിടെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വീണ്ടും കാണാമെന്നുള്ളതായ ആ വലിയ പ്രത്യാശയ്ക്കും ഉറപ്പിനുമായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ശുശ്രൂഷിപ്പാതിന്റെ ദാസനതയും അധികാരപ്പെടുത്തിയതിനായി സ്തോത്രം, ബലപ്പെടുത്തിയതിനായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടായ്മയും നാം എല്ലാവരോടും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും വിശേഷാൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടും എപ്പോഴും വന്നേക്കും കർത്താവിന്റെ വരുവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട ദൈവഞ്ഞാടിന്റെ മഹത്വം. കർത്താവേ പറയണം.